ഹായ്, എല്ലാവർക്കും നിംഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഈ ഒരു മാങ്ങയുടെ സീസണിൽ നമുക്ക് നല്ല അടിപൊളി ഹോം മെയ്ഡ് മാംഗോ ജാം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കിലോ അളവിൽ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഏത് വെറൈറ്റി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എടുക്കുമ്പോൾ നല്ല പഴുത്ത, നല്ല മധുരമുള്ള, നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കാം. ഞാനിപ്പോൾ ബെങ്കിനാപ്പിള്ളി എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് ഇതിന് വേണ്ടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അധികം നാരോട് കൂടിയ മാങ്ങ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നാരോട് കൂടിയ മാങ്ങയാണ് നിങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് പൾപ്പ് തയ്യാറാക്കിയതിന് ശേഷം അരിച്ചെടുക്കാം കേട്ടോ, അല്ലെങ്കിൽ നന്നായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ഇത് മുഴുവൻ ഇതുപോലെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം കേട്ടോ. ഫ്ലഷ് കൂടുതലുള്ള മാങ്ങ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയായിട്ടും വരും. അതുപോലെ കുറച്ചളവിലേക്ക് ആകുമ്പോൾ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. ഒരുപാട് ക്വാണ്ടിറ്റി ആകുമ്പോഴാണ് കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരിക റെഡിയായിട്ട് വരാനൊക്കെ വേണ്ടിയിട്ട്. വെറും 3 ചേരുവകൾ മാത്രം മതി ഈ ഒരു മാംഗോ ജാം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മാങ്ങയുടെ സീസണിൽ നമുക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാൾ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിക്കാനൊക്കെ പറ്റും. ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം വരെ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ആപ്പിൾ ജാമിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു, നെല്ലിക്ക ജാം, പൈനാപ്പിൾ ജാമിൻ്റെ ഒക്കെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണണമെന്നുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. ഈസി ആയിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് വന്നപ്പോൾ ഈ ഒരു 1 കിലോ 300 ഗ്രാം ആ ഒരു അളവിലാണ് ഇതിൻ്റെ ഒരു ഫ്ലഷ് മാത്രം ഉള്ളത് കേട്ടോ. ഇനി ഇത് വെള്ളമൊന്നും ഒഴിക്കാതെ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു 2 പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാം കേട്ടോ. വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടായിട്ടല്ല, പിന്നെ ഇത് മുഴുവൻ നമ്മൾ വറ്റിച്ചെടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും റെഡിയായിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ള ആ ഒരു മാങ്ങ കഷ്ണങ്ങളും കൂടെ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കാം. ഈ ഒരു ജാം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ ജാം ഉപയോഗിച്ച് നമുക്ക് ജ്യൂസും തയ്യാറാക്കി എടുക്കാവുന്നതിനുള്ള കേട്ടോ. 1 ടേബിൾ സ്പൂൺ മാംഗോ ജാമും 1 ഗ്ലാസ് വെള്ളവും കുറച്ച് ഐസ് ക്യൂബ്സും കൂടെ, പിന്നെ ആവശ്യത്തിന് മധുരം, പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് മിക്സി ജാറിലൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള മാംഗോ ജ്യൂസ് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഇതുപയോഗിച്ച്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇതുപോലെ ഒന്ന് പ്യൂരിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതൊന്ന് നമുക്കൊന്ന് മെഷർ ചെയ്ത് നോക്കാം, കറക്റ്റ് ഒരു മെഷർമെൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഇതിൽ നമ്മൾ ചേർക്കണ ഒരു പഞ്ചസാരയുടെ അളവെന്ന് പറയുന്നത് നമ്മൾ ഇതിന് എടുക്കുന്ന ഒരു മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന മാങ്ങ ബെങ്കിനാപ്പിള്ളിയാണ്, നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര ഒരുപാട് അളവിൽ നമുക്ക് വേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ പഞ്ചസാര ഒരു പ്രിസർവേറ്റീവായിട്ട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചസാര അത്യാവശ്യം അളവിൽ ചേർക്കണം കേട്ടോ, എന്നാലാണ് ഇത് കേടുകൂടാതെ നമുക്ക് സൂക്ഷിക്കാനും പറ്റുള്ളൂ. അപ്പോൾ ഞാനിത് അളന്നെടുത്തപ്പോൾ 5.5 കപ്പ് അളവിലാണ് മാംഗോ പ്യൂരി, അതായത് ഈ ഒരു 2 കിലോ മാങ്ങ ഉപയോഗിച്ചിട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പറ്റിയിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായിട്ട് വരട്ടെ, ഇളക്കി കൊടുക്കുക കേട്ടോ. എപ്പോഴും ഒരു അടിഭാഗം നല്ല കട്ടിയുള്ളൊരു പാത്രം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം കേട്ടോ, അതായിരിക്കും നന്നായിട്ട് വരിക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ മൊത്തത്തിൽ 2 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുക്കുന്നത്. കണ്ടോ, ഇതുപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ഇതിങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്തല്ല, ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്നില്ലെങ്കിൽ കുറച്ച് നീളമുള്ളൊരു തവി ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കുക. നല്ല വലിയ പാത്രം എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ, അല്ലെങ്കിൽ മുകളിലേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലെയിം കുറച്ചാണ് ഞാൻ വെക്കുന്നത്. അപ്പോൾ അത്ര ഒരുപാടും കൂടെ പൊട്ടിത്തെറിക്കില്ല. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാലും പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. അടി പിടിക്കാതെ നോക്കുക. നോൺ സ്റ്റിക്ക് പാനൊക്കെ ആകുമ്പോൾ പിന്നെ എന്താ പറയുക, അങ്ങനെ അടിയിലൊന്നും അങ്ങനെ പിടിക്കില്ല കേട്ടോ. അപ്പോൾ 2 കപ്പ് അളവിൽ പഞ്ചസാര ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മധുരമായിരിക്കും. ഇതിനേക്കാളും മധുരം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് പഞ്ചസാരയുടെ അളവിൽ നിങ്ങൾക്ക് വ്യത്യാസം വരുത്താവുന്നതുള്ളൂ കേട്ടോ. പഞ്ചസാര ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് ലൂസായിട്ട് വരുന്നുണ്ട് നന്നായിട്ട് തന്നെ. ഇനി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി ഇതൊന്ന് തിക്കായിട്ട് വരണം. പിന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ മാംഗോ എസൻസ് ചേർത്ത് കൊടുക്കാട്ടെ. നമ്മൾ എടുക്കണ മാങ്ങയ്ക്ക് ഫ്ലേവറൊക്കെ പോരാന്ന് തോന്നണമെങ്കിൽ, ഇതിപ്പോൾ നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള മാങ്ങ തന്നെയാണ്, എസൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ ഫുഡ് കളർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതിന് കളറില്ല എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇതിനിപ്പോൾ അത്യാവശ്യം നല്ല കളറുണ്ട് കേട്ടോ. ഇപ്പോൾ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ നാരങ്ങയുടെ പകുതി പിഴിഞ്ഞാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ക്രിസ്റ്റലൈസ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നാരങ്ങാനീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് തന്നെ കൂടുണ്ടാവും. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ആ ഒരു അളവിലൊക്കെ നാരങ്ങാനീര് മതിയാവും ഈ ഒരു അളവിൽ മാങ്ങ എടുത്തു കഴിഞ്ഞാൽ. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി ഒന്നും കൂടെ വറ്റി ഡ്രൈ ആയിട്ട് തന്നെ വരട്ടെ കേട്ടോ. പക്ഷെ ഒരുപാട്
തിക്കാക്കി എടുക്കണ്ട. പിന്നെ നമുക്കത് സ്പ്രെഡ് ചെയ്യണ ഒരു കൺസിസ്റ്റൻസിയിൽ നിന്ന് മാറിപ്പോണ്ട. ഇപ്പോൾ കണ്ടോ, ഇത് ആവശ്യത്തിന് തന്നെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇതെങ്ങനെയാണ് റെഡി ആയിട്ട് വന്നതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ചെടുക്കുക, എന്നിട്ടൊരു പ്ലേറ്റിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതൊന്ന് തണുത്ത് വരുമ്പോൾ ആ പ്ലേറ്റ് ഒന്ന് ചെരിച്ച് പിടിക്കുക. അപ്പോൾ ഇതെങ്ങനെ ഒഴുകുന്നൊരു കൺസിസ്റ്റൻസി ആണെങ്കിൽ അത് റെഡി ആയിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ, ഇത് അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നു എന്ന് അർത്ഥം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ജാറിലാക്കുക. എപ്പോഴും ഗ്ലാസ് ജാറായിരിക്കും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാൻ നന്നായിട്ട് തന്നെ വരിക കേട്ടോ. ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പോൾ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ അങ്ങനെ എന്താ പറയുക, എന്തിൻ്റെ കൂടെ വേണമെങ്കിലും സ്പ്രെഡ് ചെയ്ത് കഴിക്കാവുന്നതുള്ള. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന മാംഗോ ജാമിനേക്കാളും നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ളൊരു സംഭവം തന്നെയാണ് കേട്ടോ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത്. കണ്ടില്ലേ, ഒരു 2 ബോട്ടിൽ അളവ് ഉണ്ടായിരിക്കും ഇത്. അപ്പോൾ ഞാൻ ഒന്ന് ബ്രെഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കാണിക്കാം. ഇത് ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തോന്നും. നന്നായിട്ട് തണുത്തതിന് ശേഷം പിന്നെ നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലേക്ക് വരും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലത്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു മാങ്ങയുടെ സീസണിൽ കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ.